Welcome to Sri Narayana Guru Open University BA English first semester class History of Britain Block 5 Unit 1 Reformation. In the early 16th century, most people in England and Wales followed Catholicism like many other Europeans. ഇപ്പം മറ്റുള്ള യൂറോപ്യൻസിനെ പോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ വെയിൽസും അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു, കത്തോലിസിസം ഫോളോ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് 16th സെഞ്ചുറിയുടെ തുടക്കത്തിൽ. The Church of England was born due to the religious reform movement called the Reformation, led by people like Martin Luther, Ulrich Zwingli, and John Calvin. They criticized the Roman Church for what they saw as corrupted, which is why they were called Protestants. Okay, now the question is, what is Reformation? Reformation means reform the church or changing the church to become more Protestant. It happened in Europe because people thought the Catholic Church was corrupt. However, the English Reformation had unique reasons to understand it better. First, learn about England's social and religious situation at start of the Reformation. Okay, moving on to the topic. Catholics and Protestants. In early 1500s, England was a country where everyone followed Christianity. അപ്പം ഈ 1500s early തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മോസ്റ്റ് ഓഫ് ആളുകൾ ഫോളോ ചെയ്തിരുന്ന ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. സ്പെസിഫിക്കലി ദി ടൈപ്പ് കോൾഡ് കത്തോലിസിസം. അതിൽ തന്നെ കത്തോലിസിസം ആയിരുന്നു ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദർ വർ നോ ലോങ്ങർ റിലീജിയസ് ഗ്രൂപ്പ് പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഈ കത്തോലിസിസം അല്ലാണ്ട് വേറെ റിലീജിയസ് ഗ്രൂപ്പ്സ് ഒന്നും ഇംഗ്ലണ്ടിൽ ആ ടൈമിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദി കത്തോലിക് ചർച്ച് വാസ് ലെഡ് ബൈ ദ പോപ്പ് ഇൻ റോം. അപ്പോൾ ഈ കത്തോലിസിസം അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് ലീഡ് ചെയ്തിരുന്നത് റോമിലെ പോപ്പായിരുന്നു. ഓൾ ഓഫ് റിലീജിയസ് സർവീസ് വർ ക്യാരിഡ് ഔട്ട് ഇൻ ലാറ്റിൻ. അപ്പം അന്ന് റിലീജിയസ് സർവീസ് അപ്പം എന്താ പറയാ പ്രേയും കാര്യങ്ങളും റിലീജിയസ് സർവീസസ് ഒക്കെ നടന്നിരുന്നത് ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് അറ്റാച്ച്ഡ് ചർച്ച് റെഗുലർലി ആൻഡ് ബിലീവ്ഡ് ഇൻ ക്രിസ്ത്യാനിറ്റി. അപ്പം അന്നത്തെ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ചർച്ചിലെ ചർച്ചിൽ പോവും. അതുപോലെ തന്നെ ഭയങ്കര ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിൽ ഭയങ്കര വിശ്വാസികളായിരുന്നു എന്നാണ് പറയുന്നത്. ദ ചർച്ച് വാസ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസ് ഫോർ കമ്മ്യൂണിറ്റി ഗാദറിംഗ് ലൈക്ക് ബർത്ത്, മാരേജസ് ആൻഡ് ഫ്യൂണറൽസ്. അപ്പം ഈ ബർത്ത്, മാരേജ് ആൻഡ് ഫ്യൂണറൽസ് ഇതിലൊക്കെ ഗ്യാദർ ചെയ്യുന്നതിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഈ ചർച്ചിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദി ചർച്ച് ഹെൽപ് ടു പീപ്പിൾ ഇൻ വാരിയസ് വേസ് സപ്പോർട്ട് ടു ദി പുവർ. അപ്പം ഈ ചർച്ച് എന്ന് പറയുന്നത് ആളുകളെ എന്ത് ചെയ്തിരുന്നു, ഒരുപാട് വഴികളിലൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഓഫറിംഗ് ബേസിക് മെഡിക്കൽ കെയർ ആൻഡ് ഗിവിംഗ് അഡ്വൈസ് ഓൺ പ്രോബ്ലംസ്. ഓക്കെ, ഇത്തരം ഹെൽപ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, ചർച്ച് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സിൻസ് മെനി കുഡന്റ് റീഡ് ഓർ റൈറ്റ്. അപ്പം പിന്നീടും എന്തായിരുന്നില്ല, കുറെ ആളുകൾക്ക് എഴുതാനോ വായിക്കാനോ കഴിയുമായിരുന്നില്ല. ദേ ബിലീവ്ഡ് വാട്ട് ദേ വർ ടോൾഡ് ഇൻ ചർച്ച്. അപ്പൊ അവര് എന്ത് ചെയ്തിരുന്നു, വിശ്വസിച്ചിരുന്നത് ചർച്ച് എന്താണോ പറയുന്നത് അതിൽ മാത്രമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, സം പീപ്പിൾ തോട്ട് ദി കാത്തലിക് ചർച്ച് വാസ് ഓൾഡ് ഫാഷൻഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ് വിത്ത് വാട്ട് പീപ്പിൾ വാണ്ടഡ്. അപ്പം ചില ആളുകൾ വിശ്വസിച്ചിരുന്നത് കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ ആണെന്നും ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് അല്ല എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പം ആളുകൾക്ക് എന്താണോ വേണ്ടത് അതായിരുന്നില്ല ചർച്ച് കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു ചില ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ബിലീവ്ഡ് ദ ചർച്ച് സംടൈംസ് ആക്ടഡ് കറപ്റ്റ്ലി. അപ്പം ചില സമയത്ത് ഈ ചർച്ച് ഭയങ്കര കറപ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവര് വിശ്വസിച്ചിരുന്നു. ആൻഡ് മിസ്ലീഡ് പീപ്പിൾ ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ദെയർ ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പം ആളുകളെ മിസ്ലീഡ് ചെയ്യുകയും അവരുടെ ഫെയ്ത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ദ പീപ്പിൾ ഹു വാണ്ടഡ് ദി ചേഞ്ചസ് ടു കാത്തലിക് ചർച്ച് വർ കോൾഡ് പ്രൊട്ടസ്റ്റൻസ്. അപ്പൊ ഈ കാത്തലിക് ചർച്ചിൽ കുറച്ച് ചേഞ്ചസ് വേണമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെയാണ് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈവൻ ദോ കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് വർ ഓൾ ക്രിസ്ത്യൻസ് ആൻഡ് ബിലീവ്ഡ് ഇൻ ഗോഡ്. അപ്പൊ ഈ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നതും കാത്തലിക്സ് എന്ന് പറയുന്നതും ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആണ്, ഗോഡിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആണ്. There are three different perspective over the English Reformation and its impact on people. The first view is that the Reformation was imposed on the people by King Henry VIII and his advisors. അപ്പം ഈ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് റിഫോർമേഷന്റെ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ റിഫോർമേഷൻ എന്ന് പറയുന്നത് കിങ് ഹെൻറി എയ്ത്തും അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സും എന്തായി പീപ്പിളിന്റെ മേലിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് ആദ്യത്തെ ഒരു പെർസ്പെക്ഷൻ എന്ന് പറയുന്നത്.
And the second perspective എന്ന് പറയുന്നത് the seed of the reformation were present in the society itself. അപ്പം ഈ റിഫോർമേഷന്റെ ഈ സീഡ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഉള്ള ഒന്ന് തന്നെയാണ്. അപ്പം അതിലൊരു സെക്ഷൻ പ്രൊട്ടസ്റ്റന്റ് ചേർച്ച് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. The third middle ground view is that the reformation was an imposed on one but accepted by the people. അപ്പം തേർഡ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ റിഫോർമേഷൻ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ടത്, അതായത് ഇമ്പോസ് ചെയ്യപ്പെട്ടത്, അടിച്ചേൽപ്പിക്കപ്പെട്ടതും പക്ഷേ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തതുമായിരുന്നതാണ് തേർഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ദീസ് ഓൾ വ്യൂസ് അഗ്രി വിത്ത് ദ ഫാക്ട് ദാറ്റ് ഇംഗ്ലണ്ട് റിഫോർമേഷൻ വാസ് യൂണിക് ഫ്രം ദ റിഫോർമേഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ അതർ പാർട്സ് ഓഫ് യൂറോപ്പിൽ. യൂറോപ്പിന്റെ മറ്റു പാർട്ടുകളിൽ സംഭവിച്ച റിഫോർമേഷനേക്കാളും യുണീക്ക് ആയിട്ടുള്ള റിഫോർമേഷൻ ആണ് ഇംഗ്ലണ്ടിൽ സംഭവിച്ചതെന്നാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് എല്ലാം കാണിച്ചു തരുന്നതെന്നാണ് പറയുന്നത്. There are some fundamental difference between European Reformation and England Reformation. Okay, the Reformation in Europe. Okay, it was a time when some people began to question some of the teachings of the Catholic Church and to challenge the authority of Pope. അപ്പം ഈ ചില ആളുകൾ എന്ത് ചെയ്തിരുന്നു, ടീച്ചിങ്സിനെ, അതായത് കാത്തലിക് ചർച്ചിന്റെ ടീച്ചിങ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ആൻഡ് ടു ചാലഞ്ച് ദി അതോറിറ്റി ഓഫ് പോപ്പ്, പോപ്പിന്റെ അധികാരത്തെയും അതുപോലെ തന്നെ ചേർച്ച് കാത്തലിക് ചർച്ചിന്റെ ടീച്ചിങ്സിനെ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ജർമ്മനി ഇൻ 1517. ജർമ്മനിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ അബ്യൂസസ് ഇൻ ചർച്ച്. ഓക്കെ, those who supported his movement for reform were called Protestants. അപ്പം ഈ ഒരു എന്താ പറയാ, ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തവരൊക്കെയാണ് പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. Causes of the Reformation. Church issues included problems like simony, selling church possession, selling indulgences, nepotism, absenteeism and pluralism. ഓക്കെ, അപ്പം ചേർച്ചിന്റെ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ഈ ചേർച്ചിലെ പൊസിഷൻസ് സെല് ചെയ്യുക, അതുപോലെ തന്നെ ഫോർഗിവിംഗ് സിൻസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി, മണിക്ക് വേണ്ടിയിട്ട് തെറ്റുകളെല്ലാം എന്ത് ചെയ്യുക, പുറത്തു കൊടുക്കുക. ഗിവിംഗ് റോൾസ് ടു ക്ലർജി ഫാമിലി മെമ്പേഴ്സ്. അപ്പം ബിഷപ്സ് നോട്ട് വിസിറ്റിംഗ് ദെയർ ഏരിയാസ്, ബിഷപ്സ് മാനേജിങ് മൾട്ടിപ്പിൾ ഏരിയാസ്. അപ്പം ഇതൊക്കെയായിരുന്നു ചേർച്ചിന് നേരെ ഇവർ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. Okay, the Catholic Church issues including its wealth, the organization and luxurious lifestyle of high-ranking clergy. അപ്പം കാത്തലിക് ചർച്ചിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അതിന്റെ വെൽത്തും ഡിയോർഗനൈസേഷനും ലക്ഷറിയസ് ലൈഫ് സ്റ്റൈൽ ഓഫ് ഹൈ റാങ്കിങ് ക്ലോജീസും ഇതൊക്കെയായിരുന്നു. പിന്നീട് പോപ്പും ബിഷപ്പും അതുപോലെ തന്നെ ഒരുപാട് പ്രീറ്റ്സും ഒക്കെ എന്തായി, അവരുടെ ഡ്യൂട്ടീസ് അവർ നെഗ്ലക്ട് ചെയ്യാൻ തുടങ്ങാണ്. ഫൗട്ട് ആൻഡ് സ്പെൻഡ് മണി എക്സസീവ്ലി. ഓക്കെ, ഇതിൽ ഒരുപാട് പ്രീറ്റ്സിന് എന്ത് ചെയ്യുമായിരുന്നില്ല, അവർ അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവർക്ക് ബൈബിള് റീഡ് ചെയ്യാൻ പോലും അറിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇസ് മാർട്ടിൻ ലൂതേഴ്സ് ആർഗ്യുമെന്റ് വെർത്തീസ്. അപ്പം മാർട്ടിൻ ലൂതറിന്റെ ആർഗ്യുമെന്റ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ. There was only two sacraments, baptism and the Eucharist. Okay, the Bible is the only source of Christian teaching, not the bishops. Clergy should be allowed to marry. He rejected the church's belief in transubstantiation. King should be the heads of the church in their own kingdoms. Okay, ആഫ്റ്റർ ദിസ് ലൂതർ ഐഡിയാസ് സ്പ്രെഡ് റാപ്പിഡ്ലി. അപ്പം ലൂതറിന്റെ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ എന്താവാൻ തുടങ്ങി, സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഹിസ് ന്യൂ റിലീജിയൻ ബിക്കേം നോൺ ആസ് ലുഥേറിയനിസം. അപ്പം ഈ ലൂതറിന്റെ പുതിയൊരു റിലീജിയനെയാണ് ലുഥേറിയനിസം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇവൻച്വലി ബിക്കേം ദ മെയിൻ റിലീജിയൻ ഇൻ നോർത്തേൺ ജർമ്മനി, നോർവേ, ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ, ഡെൻമാർക്ക്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഇത് എന്തെന്താവാൻ തുടങ്ങി, മെയിൻ റിലീജിയൻ ആവാൻ തുടങ്ങി. ലൂതർ ഹിംസെൽഫ് മാരിഡ് എ നൺ നെയ്മഡ് കാതറിൻ വോൺ പോറ. അപ്പം കാതറിൻ വോൺ പോറ എന്ന് പറയുന്ന ഒരു ഫോമർ നണ്ണിയാണ് ലൂതർ കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ ലൂതർ മരിക്കുന്നത് 1546-ലാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ഓക്കെ, Protestantism emphasized the grace, faith and the Bible for salvation. അപ്പോൾ Protestantism emphasize ചെയ്യുന്നത്, ഊന്നൽ നൽകുന്നത് grace, faith and the salvation for Bible ഇതിനൊക്കെയാണ്. This idea is essential for many evangelical Christians. അപ്പം ഇത് who prioritize the Bible over other authorities. അപ്പം ഇത് മറ്റ് അധികാരികളെ അല്ലെങ്കിൽ അതോറിറ്റികളെ അപേക്ഷിച്ച് എന്താണ്, ബൈബിളിന് പ്രിയോറിറ്റൈസ് ചെയ്യുന്ന പല ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനും ഈ ഐഡിയ എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. Okay, they find a similar grace based on salvation message within the scriptures as per Knowles argument. അപ്പം നോൾസിന്റെ ആർഗ്യുമെന്റ് പറയുന്നത് എന്താ വെച്ചാല്, നോൾസ് ആർഗ്യുമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് സ്ക്രിപ്റ്റേഴ്സില് സിമിലർ ആയിട്ട് ഗ്രേസ് ബേസ്ഡ് സാൽവേഷൻ മെസ്സേജസ് ഒക്കെ അവര് ഫൈൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. The priesthood of all believers is a concept. ഇപ്പം ഈ
പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ബിലീവേഴ്സിന്റെ വിശ്വാസികളുടെ ഒരു കോൺസെപ്റ്റ് മാത്രമാണെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്നത് വെച്ചാൽ ഇൻഡിവിജ്വൽസിന് ഗോഡുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ലൂതേഴ്സ് ഐഡിയാസ് ലെഡ് ടു ദിസ് ബിലീഫ്. അപ്പം ലൂതറിന്റെ ഐഡിയ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് നയിച്ചത്, ലീഡ് ചെയ്തത്. അലോങ് വിത്ത് അതർ കീ പ്രൊട്ടസ്റ്റന്റ്സ് ബിലീഫ് ലൈക്ക് ഗ്രേസ്, ഫെയ്ത്ത് ആൻഡ് സ്ക്രിപ്ചർ പ്ലേഡ് a significant role in the Protestant Reformation. അപ്പം ഈ ഒരു കീ പ്രൊട്ടസ്റ്റന്റ് ബിലീഫ് ആയിട്ടുള്ള ഗ്രേസ്, ഫെയ്ത്ത് ആൻഡ് സ്ക്രിപ്ചർ എന്നുള്ളത് ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനിൽ ഒരു സിഗ്നിഫിക്കന്റ് റോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മേക്ക് ദ ബൈബിൾ ആക്സസിബിൾ ഇൻ പീപ്പിൾസ് ലാംഗ്വേജ് ഹെൽപ്സ് ബിലീവേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വേർഡ്സ് ബെറ്റർ. അപ്പം ഈ ബൈബിൾ കോമൺ പീപ്പിൾസിന്റെ ലാംഗ്വേജിലേക്ക് ആക്കുന്നത് എന്താണ്, ഈ സാധാരണക്കാരെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു. ഗോഡിന്റെ വേർഡ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. സിൻസ് എവ്രിവൺ ഈസ് കൺസിഡേർഡ് അ പ്രീസ്റ്റ്. അപ്പം ഇത് മാറി, അതായത് ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ, അതായത് കോമൺ പീപ്പിളിനും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജ് വന്നപ്പം സ്വയം അവർ കൺസിഡർ ചെയ്യുന്നത്, എല്ലാവരും അവരെ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രീസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, മാർട്ടിൻ ലൂതർ ട്രാൻസ്ലേറ്റഡ് ദ ന്യൂ ടെസ്റ്റമെന്റ് ഇൻ ടു ജർമൻ. അപ്പം മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യാണ്, ഈ ബൈബിളിനെ ന്യൂ ടെസ്റ്റാമെന്റ് എന്ത് ചെയ്യാണ്, ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. പ്രൊട്ടസ്റ്റന്റ്സ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂഡ് ദിസ് ബൈ ട്രാൻസ്ലേറ്റിംഗ് ബൈബിൾ ഇൻ ടു ലോക്കൽ ലാംഗ്വേജിലേക്ക് ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു വഴിയിലൂടെ എന്താണ്, ഇൻഡിജിനിയസ് പീപ്പിൾസിന്, അതായത് നേറ്റീവ് പീപ്പിൾസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ ബൈബിള് വായിക്കാൻ പറ്റുന്നതാണ്. ദ പ്രിന്റിംഗ് പ്രസ് ബൈ ഗുട്ടൻബർഗ് helped spread the Reformation by teaching believers. It helped Protestants teach normal people and start schools for future leaders. അപ്പം ഈ ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചിങ് ബിലീവേഴ്സിനെ ടീച്ച് ചെയ്യാന്നുള്ളതിലൂടെയാണ്. ഇറ്റ് ഹെൽപ്പ് പ്രൊട്ടസ്റ്റൻസ് ടീച്ച് നോർമൽ പീപ്പിൾ. ഇപ്പോൾ പ്രൊട്ടസ്റ്റൻസ് എന്ത് ചെയ്യും, നോർമൽ പീപ്പിളിനെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചർ ലീഡേഴ്സിന് വേണ്ടിയിട്ട് സ്കൂൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് everyone can connect with God is popular today using print and modern tech for teaching. Okay, the restoration of the sacraments in the sense മലയാളത്തിൽ പറഞ്ഞാൽ കൂദാശ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം the restoration of the sacraments were restored to the people and Luther reduced them to the only two. ഓക്കെ, അപ്പം ഈ എന്താണ് സക്രാമെന്റ്സിന്റെ റെസ്റ്റോറേഷൻ ആണ് അടുത്ത് പറയുന്നത്. ഈ സക്രാമെന്റ്സ് എന്ത് ചെയ്തു, റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് ടു ദ പീപ്പിൾ. ഓക്കെ, ലൂതർ ഈ സക്രാമെന്റ്സ് എന്തായി, രണ്ടാക്കി മാത്രം റെഡ്യൂസ് ചെയ്തു, അതായത് ബാപ്റ്റിസം അതുപോലെ തന്നെ യൂക്കാരിസ്റ്റ്. ഓക്കെ, ലൂതർ അലൗഡ് ക്ലർജി ടു ഗെറ്റ് മാരിഡ്. അപ്പൊ ലൂതർ എന്ത് ചെയ്തിരുന്നു, ക്ലർജീസ് മാരി ചെയ്യാൻ അലൗ ചെയ്തിരുന്നു. ഓക്കെ, he himself married a former nun, Catherine von Bora. This set an example for Protestant clergy families. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ്, പ്രൊട്ടസ്റ്റന്റ് ഫാമിലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ്. Today, the most Protestant pastors marry while Catholic clergy is still done. അപ്പം ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ചില പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാരി ചെയ്യുന്നുണ്ട്. പക്ഷെ കാത്തലിക് ക്ലർജീസ് ഇപ്പോഴും മാരി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ പ്രൊട്ടസ്റ്റന്റ് സ്പ്ലിറ്റ് ഫ്രം റോമൻ കാത്തലിക് ചർച്ച്. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റ്സ് റോമൻ കാത്തലിക് ചർച്ചിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്യാണ്. ചർച്ച് സ്റ്റേറ്റ് എമർജ്ഡ് ഇൻ ഡിഫറെന്റ് റീജിയൻസ്. അപ്പം ഈ സ്റ്റേറ്റ് ചർച്ച് എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് പല റീജിയൻസിലും എമർജ് ചെയ്തു തുടങ്ങാണ്. ഈ ചർച്ച് ഒക്കെ ഓഫൺ ലോയൽ ടു ലോക്കൽ റൂളേഴ്സ്. അവരുടെ ലോക്കൽ റൂളേഴ്സിനോട് എന്ത് ചെയ്തിരുന്നു, ലോയൽ ആയിരുന്നു. ലൈക്ക് ഇൻ ഇംഗ്ലണ്ടിലെ പോലെ തന്നെ അവർ ലോയൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓവർ ടൈം വേരിയസ് denominations came into existence. During the early Reformation, church authorities considered opponents as heretics and punished them severely. അപ്പം ഈ റിഫോർമേഷന്റെ പിന്നെ തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാല് ചേർച്ച് അതോറിറ്റീസ് ഓപ്പണൻസിനെ ഹെററ്റിക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരെ ഭയങ്കര ക്രൂവൽ ആയിട്ട് തന്നെ പണിഷ് ചെയ്യുകയും ചെയ്യായിരുന്നു. ലൈക്ക് ബേണിംഗ് ജാൻ ഹേഴ്സ് ഓർ എക്സിക്യൂട്ടിംഗ് അനാബാപ്റ്റിസ്റ്റ്. ഓക്കെ, വി അപ്രീഷിയേറ്റ്സ് ദാറ്റ് സച്ച് ഹാർഷ് കണ്ടീഷൻ ആർ നോ ലോങ്ങർ പ്രിവലന്റ് ടുഡേ. അപ്പം ഇന്ന് അതില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്.
അത്രയും എന്താണ് പറയുന്നത് ഹാർഷ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും വേഴ്സ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരുന്നു അന്നത്തെ റിഫോർമേഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത്. പ്രീഡെസ്റ്റിനേഷൻ, ലൂതർ ബിലീവ്ഡ് മച്ച് മോർ ഫേംലി ഇൻ പ്രീഡെസ്റ്റിനേഷൻ ദാൻ മെനി ലേറ്റർ പ്രൊട്ടസ്റ്റന്റ്സ്. അപ്പം ഈ ലൂതർ എന്ന് പറയുന്നത് പ്രീഡെസ്റ്റിനേഷനിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പിന്നീട് വന്ന പ്രൊട്ടസ്റ്റന്റ്സിനേക്കാളും ലൂതർ ആണ് ഈ ഒരു പ്രീഡെസ്റ്റിനേഷനിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് മുൻവിധി, മുൻ നിശ്ചയം എന്നൊക്കെയാണ് അതിന്റെ എക്സാക്ട് മീനിങ് എന്ന് പറയുന്നത്. Luther's view on babies being regenerated in baptism and Lord's Supper having Christ's real presence are not commonly held by non-Lutheran Protestants. അപ്പം ലൂതർ എന്താന്ന് വെച്ചാല് ബാപ്റ്റിസത്തില്, അതായത് എന്താ പറയാ, മാമോദിസ. ഓക്കെ, ഈ മാമോദിസയില് റീജനറേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ റിയൽ പ്രസൻസ് ഉള്ള ക്രൈസ്റ്റിന്റെ സപ്പറും ലുതേറിയൻ പ്രൊട്ടസ്റ്റന്റ്സിന് എന്തായിരുന്നു സാധാരണമായിട്ട് അവര് നടത്തി വരാറില്ല എന്നുള്ളതാണ്. Next is Counter-Reformation or Catholic Reformation. Okay, Reformation growth of Protestantism in Europe caused the Catholic Church to reform itself and resist the spread of Protestantism, which became known as the Counter-Reformation. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ റിഫോർമേഷന്റെ ഗ്രോത്ത്, അതായത് പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ റിഫോർമേഷൻ ഗ്രോത്ത് എന്ത് ചെയ്യാണ്, യൂറോപ്പിലെ കാത്തലിക് ചേർച്ചിനെ സെൽഫായിട്ട് അവര് സ്വയം റിഫോം ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് ഈ കാത്തലിക് ചേർച്ച് പിന്നീട് റിഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് സെൽഫ് റിഫോമിംഗ് എന്നാണ് പറയുന്നത്. അപ്പം അവര് സ്വയം റിഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ വെച്ചാല് പ്രൊട്ടസ്റ്റന്റിസം സ്പ്രെഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ, വിച്ച് ബിക്കെയിം നോൺ ആസ് ദ കൗണ്ടർ റിഫോർമേഷൻ. അപ്പം കാത്തലിക് ചേർച്ചിന്റെ റിഫോർമേഷൻ ആണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. ദ കൗൺസിൽ ഓഫ് ട്രെന്റ് ഇനിഷ്യേറ്റഡ് ബൈ പോപ്പ് പൗൾ III focused on refuting Protestant teaching on faith, grace and sacraments. It aimed to enhance priest education and made essential reforms. Okay, അപ്പം Council of Trent ഇത് ഇനീഷ്യേറ്റ് ചെയ്തത് പോപ്പ് പോൾ III ആണ്. ഇത് ഫോക്കസ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഓൺ റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്രൂവ്. ഓക്കെ, പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ് ഓൺ ഫെയ്ത്ത്, ഗ്രേസ് ആൻഡ് സാക്രമെന്റ്സ്. ഓക്കെ, ഇറ്റ് എയിംഡ് ടു എൻഹാൻസ് പ്രീസ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് മെയ്ഡ് എസെൻഷ്യൽ റിഫോംസ്. അപ്പം ഇത് എയിം ചെയ്തിരുന്നത് എന്താ വെച്ചാൽ പ്രീസ്റ്റിന്റെ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യുകയും ഒരു എസെൻഷ്യൽ റിഫോം ഉണ്ടാക്കുക എന്നുള്ളതുമാണ്. Crucial for the counter-reformation, it revitalized എന്ന് പറഞ്ഞാൽ strengthen. Okay, the Roman Catholic Church in Europe and shaped its current form. During the counter-reformation, many new religious orders were established. അപ്പോൾ ഈ ഒരു counter-reformationന്റെ ടൈമിൽ ഒരുപാട് പുതിയ റിലീജിയസ് ഓർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ഓക്കെ, ദീസ് ഗ്രൂപ്പ്സ് വർ ഫോക്കസ്ഡ് ഓൺ ഹെൽപ്പിംഗ് ദ സിക്ക്, പുവർ ആൻഡ് നീഡി ഇൻ ദർ കമ്മ്യൂണിറ്റി. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള പിന്നെന്താ പറയുക സഹായം ആവശ്യമായിട്ടുള്ള എന്താ പറയുക പാവപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ വയ്യാത്ത ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ റോം ഒറേറ്ററി ഫൗണ്ടഡ് ദ തീറ്റനസ് focusing on demonstrating ideal priestly living, offering support and promoting spiritual growth in Rome's community. Okay, അപ്പം ഈ തീറ്റനസ് എന്ന് പറഞ്ഞാല് അവര് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പ്രീസ്റ്റിന്റെ ഐഡിയൽ ലിവിങ് ജീവിതത്തെയും അതുപോലെ തന്നെ ഓഫറിംഗ് സപ്പോർട്ട് ആൻഡ് പ്രൊമോട്ടിംഗ് സ്പിരിച്വൽ ഗ്രോത്ത് ഇൻ റോമൻ കമ്മ്യൂണിറ്റിയിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ഈ തീറ്റിനസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഉർസുലിൻസ്. ഉർസുലിൻസ് പറഞ്ഞാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1535 ഇവര് ഒരു വുമൻസിന്റെ റിലീജിയസ് ഗ്രൂപ്പാണ്. ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുവർ ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും, അപ്പോൾ തന്നെ ഇവരാണ് സ്കൂളുകളും അതുപോലെ തന്നെ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളുകൾ ഫൗണ്ട് ചെയ്യുന്നവരാണ്. പിന്നീട് ഇതൊരു സിഗ്നിഫിക്കന്റ് ടീച്ചിങ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. ദ സൊമാഷി were founded in 1530 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് they concentrated on helping orphans. അപ്പോൾ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓർഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിലാണ്. ദ ബാർനാബൈസ് and they concentrated on pastoral caring-ലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. The work of Jesuits, they saw their job as spreading the Christian faith through public preaching, spiritual exercise, deeds of charity and the training of the young and the ignorant in Christianity. അപ്പം ഈ ഒരു ജെസ്യൂട്ട്സ് എന്താന്ന് വെച്ചാല് അവരുടെ ജോബ് എന്താന്ന് വെച്ചാല് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, സ്പിരിച്വൽ എക്സസൈസിലൂടെയും പ്രീച്ചിങ്ങിലൂടെയും അതുപോലെ തന്നെ ഡീഡ്സ് ഓഫ് ചാരിറ്റി ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതാണ്. The Inquisition court set up by the church dealt with heresy cases. അപ്പം ഈ ചർച്ച് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കോർട്ടാണ് ഇൻക്വിസിഷൻ കോർട്ട് എന്ന് പറയുന്നത്. ഇത് dealt with heresy cases, അതായത് മതവിരുദ്ധമായിട്ടുള്ള കേസുകളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു കോർട്ടാണ്. People were tortured and neighbors were encouraged to spy. അതായത് ഈ ടോർച്ചർ ചെയ്യുന്ന ആളുകൾ
ആളുകളെ ജനങ്ങളെ ടോർച്ചർ ചെയ്യുന്നവര്, അതുപോലെ തന്നെ നെയ്ബർ വർ എൻകറേജ്ഡ് ടു സ്പൈ, അതായത് ചാരപ്പണിക്ക് എൻകറേജ് ചെയ്യുന്ന ആളുകള്, ഇവരൊക്കെയായിരുന്നു ഈ ഒരു ഇവരെയൊക്കെയായിരുന്നു ഈ ചേർച്ച് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദോസ് ഇൻ കോർട്ട് വർ കൺസിഡർഡ് ഗിൽറ്റി നീഡിങ് ടു പ്രൂവ് ഇന്നസെൻസ്, പണിഷ്മെന്റ് വാസ് സീറോ. അപ്പം ഈ ഒരു കോർട്ടില് ഗിൽറ്റി, അതായത് തെറ്റാരനാണെന്ന് കണ്ടെത്തിയാല് ഇവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. അതർവൈസ് ദേ നീഡ് ടു പ്രൂഫ് their innocence. Okay, punishments were severe. ഇവർക്കുള്ള പണിഷ്മെന്റ് ഭയങ്കര ഹാർഡ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ഫ്ലോഗിങ് എന്ന് പറഞ്ഞാല് ചാട്ടവാറടി, ആൻഡ് ബേണിംഗ് അറ്റ് ദ സ്റ്റേക്ക്, ഇവരെ കത്തിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഓക്കെ, ദ ഇൻക്വിസിഷൻ സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്റ്റഡ് സ്പെയിൻ ആൻഡ് ഇറ്റലി. അപ്പം ഈ ഒരു ഇൻക്വിസിഷൻ എന്ത് ചെയ്തു, പിന്നെ സ്പെയിനിലും അതുപോലെ തന്നെ ഇറ്റലിയിലൊക്കെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഈ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റിസം എന്ത് ചെയ്യാണ്, അവിടുന്ന് പതുക്കെ ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. റിസൾട്ട് ഓഫ് റിഫോർമേഷൻ. നെക്സ്റ്റ് ഇസ് result of reformation. Okay, German was divided. The north became Protestant while the south remained Catholic. അപ്പം ജർമ്മനിലെ നോർത്തിൽ എന്താണ്, പ്രൊട്ടസ്റ്റൻസും സൗത്തിൽ വന്നിട്ട് കാത്തലിക്കും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇൻ 1546 ആഫ്റ്റർ ലൂതേഴ്സ് ഡെത്ത്, അപ്പം ലൂതറിന്റെ ഡെത്തിന് ശേഷം 1546 ശേഷം എന്താണ്, ഈ കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിലൊരു വാർ ഉണ്ടാവാണ്. അത് 9 വർഷം വരെ നീണ്ടു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാറിൽ 2 പേരും, അതായത് കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും എന്ത് ചെയ്യണം, ജയിക്കുന്നുണ്ട്. The Peace of Augsburg then decided that kings would choose the religion for their kingdom. Okay. The Bible was translated into most European languages for the first time and it used to become widespread. അപ്പം ഇത് ഈ ഒരു ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈബിൾ എന്ത് ചെയ്യാണ്, യൂറോപ്യൻ ലാംഗ്വേജസിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ആൻഡ് ഓക്കെ, ആസ് പ്രൊട്ടസ്റ്റന്റിസം ഗ്രൂ ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൽ പ്രൊട്ടസ്റ്റന്റിസം വളരാണ്. കാത്തലിക് ചേർച്ചിന് എന്ത് ചെയ്യേണ്ടി വന്നു, ഒരുപാട് ചാലഞ്ചസ് ഇതുകൊണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തലിക് ചേർച്ചിന് റിഫോം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ദ ചേർച്ച് എഫോർട്ട് ടു റിഫോം ആൻഡ് സ്റ്റോപ്പ് സ്പ്രെഡ് ഓഫ് പ്രൊട്ടസ്റ്റന്റിസം ആർ കോൾഡ് ദ കൗണ്ടർ റിഫോർമേഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാത്തലിക് ചേർച്ച് റിഫോം ചെയ്യാണ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റന്റിസം സ്റ്റോപ്പ് ചെയ്യാൻ, അതായത് അതിന്റെ സ്പ്രെഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. ദീസ് എഫേർട്ട് ഇൻക്ലൂഡ് ദി കൗൺസിൽ ഓഫ് ട്രെൻറ്റ്, ക്രിയേറ്റിംഗ് എ ന്യൂ റിലീജിയസ് ഓർഡേഴ്സ് ലൈക്ക് ജെസ്യൂട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദി കോർട്ട് ഓഫ് ദി ഇൻക്വിസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി ഇംഗ്ലീഷ് റിഫോർമേഷൻ. The English Reformation was shaped by Henry VIII's personal life. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് റിഫോർമേഷൻ ഉണ്ടാവാൻ കാരണം ഹെൻറി VIII പേഴ്സണൽ ലൈഫ് ആണെന്നുള്ളത്. അതായത് കാതറിൻ ഓഫ് ആരഗനും ആയിട്ടുള്ള എന്താണ് ഡിവോഴ്സ്. ഓക്കെ, ഇത് എന്ത് ചെയ്യാണ്, പോപ്പ് ഡിനൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, next, the King Henry VIII founded the Church of England, which became England's official religion. അപ്പൊ അങ്ങനെ ഈ കിങ് ഹെൻറി VIII എന്ത് ചെയ്യാണ്, ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫൗണ്ട് ചെയ്യുകയും ഇത് പിന്നീട് ഇംഗ്ലണ്ടിന്റെ ഒഫീഷ്യൽ റിലീജിയൻ ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രാഞ്ചിനെയാണ് ആംഗ്ലിക്കനിസം എന്ന് പറയുന്നത്. The England Church is referred to as the Anglican Church. Okay, in 1549 the Book of Common Prayer, the official prayer book for the Church of England. അപ്പം Church of Englandലെ ഒരു ഒഫീഷ്യൽ പ്രയർ ബുക്കായിട്ട് ബുക്ക് ഓഫ് കോമൺ പ്രയർ എന്ത് ചെയ്യണം വരികയാണ്, പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, ഇൻ 1536 സ്മോളർ മോണസ്ട്രീസ് വർ ഷട്ട് ഡൗൺ. അപ്പം 1536 ആയപ്പോഴത്തേക്കും ചെറിയ ചെറിയ മോണസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഷട്ട് ഡൗൺ ചെയ്യാണ്. ആൻഡ് ദ റെസ്റ്റ് വർ ഡിസോൾവ്ഡ് ഇൻ ഫോളോവിങ് ഇയേഴ്സ്. ബാക്കിയുള്ളത് പിന്നീടുള്ള വർഷങ്ങളിൽ അത് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. Those who opposed the closures faced imprisonment or execution. അപ്പം ഇതിന് എതിരായിട്ട് ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഒന്നുകിൽ ജയിലിൽ അടയ്ക്കപ്പെടും അല്ലെങ്കിൽ എക്സിക്യൂഷൻ, അവരെ വധിക്കും എന്നാണ്. ഓക്കെ, Mary did not have any child and when she died. അപ്പം മേരി മരിക്കുന്ന ടൈമിന് മേരിക്ക് എന്തില്ലായിരുന്നു, കുട്ടികളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എലിസബത്തായി പിന്നീടുള്ള ക്വീൻ എന്ന് പറയുന്നത്. എലിസബത്ത് ഫസ്റ്റ് എന്ത് ചെയ്യാണ്, 1558 ക്വീൻ ആവുന്നുണ്ട്. ഷീ ഹാഡ് ബീൻ റൈസ്ഡ് ആസ് എ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടാണ് നമ്മുടെ ക്വീൻ എലിസബത്ത് വളർന്നതെന്നുണ്ടെങ്കിലും എന്താവാണ്, അവർക്ക് അവരുടെ കൺട്രി എന്താന്ന് പറഞ്ഞാല് റിലീജിയസ് പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് ഇരിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. Church of England was distinct, combining English language services, priest marriage and traditional church music while differing from Catholic and most other European Protestant church. Okay, in 1570 Pope Pius V excommunicated Elizabeth. അപ്പം 1570 പോപ്പ് പയസ് എന്ത് ചെയ്യുന്നുണ്ട്, 5th എലിസബത്തിനെ സഭയിൽ നിന്നും പുറത്താക്കുന്നുണ്ട്.
that meant that England remained cut off from the Catholic Church. It also meant that Catholics were supposed to oppose Elizabeth in any way they could. Okay, next is rebellions and resistance. The Pilgrimage of Grace in 1536 was a large rebellion. അപ്പം Pilgrimage of Grace 1536-ലുള്ള ഇതൊരു ലാർജ് റെബലിയൻ ആവാണ് ഇംഗ്ലണ്ടില്, led by people unhappy with King Henry VIII religious change. അപ്പം ഹെൻറി എയ്ത്തിന്റെ റിലീജിയസ് ചേഞ്ചിൽ അൺഹാപ്പി ആയിട്ടുള്ള ജനങ്ങൾ ലീഡ് ചെയ്തിട്ടുള്ള ഒരു റെബലിയൻ ആണത്. They aimed to stop the closing of monasteries, but after initially agreeing, Henry executed over 200 rebels. അപ്പം അവര് എയിം ചെയ്തിരുന്നത് എന്താ വെച്ചാല് മോണസ്ട്രീസ് ക്ലോസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അവരത് അഗ്രി ചെയ്യുന്നുണ്ട്. അതായത് ഹെൻറി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 200 റെബൽസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെ ഇതിനോട് അഗ്രി ചെയ്യാണ് ചെയ്യുന്നത്. ദ പ്രയർ ബുക്ക് റെബലിയൻ ഓർ വെസ്റ്റേൺ റെബലിയൻ took place in 1549 under Edward VI റൂൾ ഇൻ ഇംഗ്ലണ്ട്. അപ്പം എഡ്വേർഡ് സിക്സ്തിന്റെ ഇംഗ്ലണ്ടിന്റെ റൂളിലാണ് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, പ്രയർ ബുക്ക് റെബലിയൻ ഉണ്ടാവുന്നത്. അപ്പം ചേർച്ചിന്റെ മാറ്റങ്ങളോടുള്ള എതിർപ്പ്, ഒരു പുതിയ പ്രയർ ബുക്കും റെബലിയനെ എന്താ പറയാ സപ്രസ് ചെയ്യുന്ന അടിച്ചമർത്തലും അതുപോലെ തന്നെ 4000 റെബൽസിന്റെ മരണത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. വ്യാർഡ്സ് റെബലിയൻ ഇൻ 1554 ലെഡ് ബൈ തോമസ് വ്യാർഡ് അണ്ടർ മേരീസ് ഫസ്റ്റ് റെയിൻ. മേരി ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ തോമസ് വ്യാർഡ് ലീഡ് ചെയ്തിട്ടുള്ള ഒരു റെബലിയൻ ആണ് വ്യാർഡ്സ് റെബലിയൻ എന്ന് പറയുന്നത്. Opposed her marriage to Philip of Spain and had additional economic, political and religious motive. With around 20,000 men in Kent, it failed after marching to London, resulted in Wyatt's execution for high treason. Timeline of the English Reformation. The Reformation in England initiated by Henry VIII. അപ്പം ഈ ഒരു റിഫോർമേഷൻ ഇംഗ്ലണ്ടിലെ റിഫോർമേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഹെൻറി VIII ആണ്. Spanned the 16th century. It led to the formation of the Anglican Church under English monarch. അപ്പോൾ ഇംഗ്ലീഷ് മൊണാർക്കിന്റെ കീഴിൽ ആംഗ്ലിക്കൻ ചർച്ച് ഫോം ചെയ്യാനതിലേക്കാണ് ഇത് ലീഡ് ചെയ്തത്. റിസൾട്ടിങ് ഇൻ ചേഞ്ചസ് ലൈക്ക് ഡിസോൾവിംഗ് മോണസ്ട്രീസ്, അബോളിഷിംഗ് മാസ് യൂസിംഗ് ഇംഗ്ലീഷ് ഇൻ സർവീസസ്, റിപ്ലേസിംഗ് ആൾട്ടാർസ് ആൻഡ് സിംപ്ലിഫൈങ് ചർച്ച് ഡിസൈൻ. While most people accepted these changes, കുറെ ആളുകളൊക്കെ എന്ത് ചെയ്തു, ഈ ചേഞ്ചസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു. കുറച്ച് പേര് എന്ത് ചെയ്തു, കാത്തലിക്സ് ആൻഡ് റാഡിക്കൽ പ്രൊട്ടസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് പ്യൂരിറ്റൻസ് ഒക്കെ ഇതിനോട് ഡിസഗ്രി ചെയ്യാണ്. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ഓൺ ചേർച്ചസ്. പിന്നീട് അവർ അവരുടെ ഒരു ചേർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് വിത്ത് സ്ട്രിക്റ്റർ ബിലീഫ്സ് ഇൻസ്പയർഡ് ബൈ റിഫോമർ ലൈക്ക് ജോൺ കാൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെൻറി VIII ആൻഡ് ദ ബ്രേക്കപ്പ്. The English Reformation started with Henry VIII's personal issues. അപ്പം ഈ ഇംഗ്ലീഷ് റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൻറി VIIIന്റെ പേഴ്സണൽ ഇഷ്യൂസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെൻറിക്ക് ഡിവോഴ്സ് വേണമായിരുന്നു, പക്ഷെ പോപ്പ് അതിന് അപ്രൂവൽ കൊടുത്തില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ. ആർച്ച് ബിഷപ്പ് തോമസ് ക്രാൻമർ ended Henry's first marriage in 1533, declared Henry and future English monarchs as the heads of the English Church. Thomas Cromwell, as the first minister, helped to pass the Treason Act in 1534 to limit people from criticizing the king of his policies. Next is Thomas Cromwell begins the Reformation. Cromwell as a vicar general managed church affairs for King Henry. King Henryക്ക് വേണ്ടിയിട്ട് ചേർച്ചിലെ പിന്നെ എന്താ പറയുക അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്തിരുന്ന വൈക്കർ ജനറൽ ആവാണ് ക്രോംവെൽ എന്ന് പറയുന്നത്. He intervened daily from 1535 issuing. ഓക്കെ, അപ്പം 1535 ദ ഇഞ്ചക്ഷൻ എന്ത് ചെയ്തു, ക്രോംവെൽ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. The English Reformation progressed with Cromwell's 10 articles in 1536. ക്രോംവെൽസിന്റെ 10 ആർട്ടിക്കിൾസിലൂടെ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് റിഫോർമേഷൻ എന്താണ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർട്ടിൻ ലൂതർ, who reduced sacraments to baptism, penance and Eucharist. Okay, the new doctrine was published in the Bishop's Book in July 1537. അപ്പം ഈ ഒരു ഇത് മാർട്ടിൻ ലൂതറിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യണം, ഈ സാക്രമെന്റ്സ് ഒക്കെ ബാപ്റ്റിസം, പെനൻസ്, യൂക്കാരിസ്റ്റ് അപ്പം ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡോക്ട്രിൻ എന്ന് പറയുന്നത് ബിഷപ്പ് ബുക്ക് ഇൻ ജൂലൈ 1537 ഈ ബിഷപ്പ് ബുക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1536 dissolution of monasteries will close Catholic monasteries due to the issue like irreverence, corruption and not helping the poor. Cromwell started with smaller ones and ensured as a
a smooth process with generous pension for high-ranking monks. This led to the 1536 pilgrimage of grace uprising, followed by the execution of 200 leaders. In 1539, a law closed all remaining monasteries regardless of their size of wealth. Okay, അപ്പം 1536 മോണസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ട് ഇറവലൻസ് ആണ്, കറപ്ഷൻ ഉണ്ട്, അങ്ങനെ നോട്ട് ഹെൽപ്പിംഗ് പോർ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മോണസ്ട്രീസ് എല്ലാം ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കാത്തലിക് മോണസ്ട്രീസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു കാരണം മാത്രമായിരുന്നു. പിന്നീട് ക്രോംവെൽ എന്ത് ചെയ്യാണ്, ക്രോംവെൽ സ്മോളർ വൺസ്, അതായത് ചെറിയവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഹൈ റാങ്കിങ് മോങ്സിന് പെൻഷൻ നൽകിക്കൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉറപ്പാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് 1536 പിൽഗ്രിമേജ് ഓഫ് ഗ്രേസിലേക്ക് ലീഡ് ചെയ്തു. അതിൽ 200 ലീഡേഴ്സിനെ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുകയും 1539 ഇവരുടെ റിമൈനിങ് മോൺസ്ട്രീസും അതുപോലെ തന്നെ ഇവരുടെ വെൽത്തും, അതായത് എണ്ണാൻ പറ്റാത്തത്ര, അതായത് ഒരുപാട് വെൽത്ത് ഉണ്ട് ഇവർക്ക്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഇതൊക്കെ സീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, Cromwell introduced reforms in late years, including removing saint relics, discouraging pilgrimages, and maintaining records of birth, marriages, and death in parishes. Okay, അപ്പം ഈ ക്രോംവെൽ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ്ഡ് റിഫോംസ് ഇൻ ലേറ്റർ ഇയർ, പിന്നീടുള്ള വർഷങ്ങളിൽ ക്രോംവെൽ എന്ത് ചെയ്യുന്നുണ്ട്, റിഫോർമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ്, ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചാൽ റിമൂവിങ് സെയിന്റ് റെലിക്സ്, ഡിസ്കറേജിങ് പിൽഗ്രിമേജസ് ആൻഡ് മെയിൻറ്റെയിനിങ്, ഇത് എന്താണ്, ഈ സെയിന്റിന്റെ റെലിക്സ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ടും പിൽഗ്രിമേജിനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടൊക്കെ ക്രോംവെൽ എന്താണ്, റിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രോംവെൽ എന്ത് ചെയ്തു, ബർത്ത് റെക്കോർഡും അതുപോലെ തന്നെ മാരേജ്, ഡെത്ത്, പാരിഷസ്, ഇതിന്റെയൊക്കെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. such as Thomas Cranmer and Stephen Gardner had a contrasting view on these reforms, with Cranmer leading the radicals and Gardner ലീഡിങ് ദി കാത്തലിക് കൺസർവേഷൻ. അപ്പം ഇവർക്ക് ഈ ഒരു റിഫോർമേഷനിൽ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരുന്നു. ക്രാൻമർ റാഡിക്കൽസിനെയും ലീഡ് ചെയ്തു, അതുപോലെ തന്നെ ഗാർഡിയർ എന്ത് ചെയ്തു, കാത്തലിക്സ് കൺസർവേറ്റീവ്സിനെയാണ് ലീഡ് ചെയ്തത്. എഡ്വേർഡ് സിക്സ്ത് ആൻഡ് ഹിസ് റിഫോംസ്. എഡ്വേർഡ് സിക്സ്ത് സക്സീഡഡ് ഹെൻറി എയ്ത്ത് ആസ് കിങ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് മോർ റാഡിക്കൽ ചേഞ്ചസ്. അപ്പം ഹെൻറി എയ്ത്തിന് ശേഷം എഡ്വേർഡ് സിക്സ് എന്ത് ചെയ്യാണ്, ഭരണം ഏറ്റെടുക്കാണ്. അവിടുന്ന് ഒരുപാട് റാഡിക്കൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Cranmer produced the Book of Homilies in 1547 and the Book of Common Prayer in 1549 to enforce rules through the Act of Uniformity. The reversed prayer book in 1552 distanced itself from Catholic teachings. Okay, denying the belief in transubstantiation, which claims that the Eucharist elements of bread and wine transform into Jesus Christ's body and blood. Next is Reformation's reversal during Mary I. After Edward's death in 1553, his half-sister Mary I became Queen of England. അപ്പം എഡ്വേർഡിന്റെ ഡെത്തിന് ശേഷം ഹാഫ് സിസ്റ്റർ ആയിട്ടുള്ള മേരി എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിലെ ക്യൂൻ ആവാണ്. ഓക്കെ, ആസ് എ ഡിവോട്ട് കാത്തലിക് ഷീ റിവേഴ്സ്ഡ് ദി റിഫോർമേഷൻ. അപ്പോൾ ഷീ വാസ് എ ഡിവോട്ട് കാത്തലിക് ആൻഡ് ഈ റിഫോർമേഷനെ തന്നെ എന്താണ്, മാറ്റിമറിക്കുകയാണ് മേരി ചെയ്യുന്നത്. This led to the Act of Supremacy annulment, making the Pope the official head of the Church in England. അപ്പം ഇംഗ്ലണ്ടിലെ ചർച്ചിലെ ഒഫീഷ്യൽ ഹെഡായിട്ട് പോപ്പിനെ നിയമിക്കുകയും അതുപോലെ തന്നെ ആക്ട് ഓഫ് സുപ്രീമസി എന്ത് ചെയ്യാണ്, അസാധുവാക്കുകയും ചെയ്യാണ്. ഓക്കെ, മേരി നോൺ ആസ് ബ്ലഡി മേരി. മേരിനെ ബ്ലഡി മേരി എന്നറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 287 പ്രൊട്ടസ്റ്റന്റ്സിനെ, മാർട്ടിയേഴ്സിനെ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, including Thomas Cranmer in 1556. Upon Mary's death in 1558, her half-sister Elizabeth, a Protestant, succeeded her. Okay. Impact of Reformation on literature. The 16th century Reformation influenced various aspects of England. അപ്പം 16th സെഞ്ചുറിയിലെ റിഫോർമേഷൻ എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിൽ ഒരുപാട് ആസ്പെക്ട്സിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, including politics, economy and culture, and was supported by Sidney Spencer and Bacon. അപ്പം എന്താണ്, ഈ ഇംഗ്ലണ്ടിൽ തന്നെ ഒരുപാട് ആസ്പെക്ട്സിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പൊളിറ്റിക്കൽ, എക്കണോമി ആൻഡ് കൾച്ചർ, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇത് സപ്പോർട്ട് ചെയ്തിരുന്നത് സിഡ്നി സ്പെൻസറും അതുപോലെ തന്നെ ബേക്കണും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കീ റൈറ്റേഴ്സ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് വർ ഫിലിപ്പ് സിഡ്നി, എഡ്മണ്ട് സ്പെൻസർ, ക്രിസ്റ്റഫർ മാർലോ, ബെൻ ജോൺസൺ ആൻഡ് വില്യം ഷേക്സ്പിയർ. ഓക്കെ, Chaucer, Marlowe, Milton and Bacon contributed to England's literary landscape
showcasing reformation spirit and ideas. Their works earned England the nickname the nest of singing birds. അപ്പം ഈ ചോസറും മാർലോയും മിൽട്ടണും ബേക്കണും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പിന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലണ്ടിലെ ലിറ്റററി വേൾഡിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ ഈ വർക്ക്സ് ഇംഗ്ലണ്ടിന് ഒരു നിക് നെയിം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്നുള്ളൊരു നിക് നെയിം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.